ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ജസീസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുട്ടാണ്. അപ്പോൾ പുട്ട് സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് മട്ട റൈസ് കൊണ്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ പയറ്, പപ്പടം, പഴവും രസവും ഒക്കെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു പുട്ടിൻ്റെ ഒരു കോംബോ ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. പുട്ടിൻ്റെ പൊടിക്ക് വേണ്ടി ഞാനിപ്പം 1 കപ്പ് മട്ട റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറൊക്കെ വെക്കുന്ന മട്ട റൈസില്ലേ, അത് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. ഇപ്പം ഞാനിത് രാവിലെയാണ് പുട്ടുണ്ടാക്കണമെങ്കിൽ നമുക്ക് തലേന്ന് രാത്രി വേണം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കാൻ. ഇതുപോലെ തന്നെ പയറും വെള്ളത്തിലിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ വേണം. പിന്നെ ആ പയറൊന്ന് ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അരിയും ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഞാൻ കഴുകിയാണ് അരി വെള്ളത്തിലിട്ടത്. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് വേണം ഈ അരി എടുക്കാൻ. ഇതേപോലെ ഇത് കുറച്ച് സമയം എടുക്കും ആ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് കിട്ടാൻ. മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം കാണാൻ പാടില്ല. അപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്ക് പയറൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ എടുത്ത് നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പം അതിലേക്ക് പയറൊന്ന് ഇട്ട് കൊടുക്കാം. അധിക ടൈമൊന്നും പയർ വേവാൻ എടുക്കത്തില്ല. കാരണം നമ്മൾ തലേന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചതല്ലേ, വെള്ളത്തിലിട്ട് വെച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ വരുമ്പം പയർ നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ഒരു വിസിൽ മതിയാവും. കണ്ടിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ട് ഞാൻ പയറൊന്ന് തുറന്ന് നോക്കുവാണ്. കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ അരിയില്ലേ, അതൊന്ന് മിക്സി വെച്ചൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങ് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. അങ്ങ് നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കൊരു പുട്ട് കുറ്റി, അതിനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് പുട്ടുപൊടി, പിന്നെ അങ്ങനെ ഇടയ്ക്ക് തേങ്ങ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പുട്ട് പുഴുങ്ങിയെടുക്കാം. നമുക്ക് ഈ ടൈം കൊണ്ട് നമുക്ക് പയറൊന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയൊക്കെ ഇട്ട്. കുറച്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കണം, ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് അത് ചേർത്തിട്ട് അതിൻ്റെ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പയർ റെഡി ആയിട്ടുണ്ട്. പുട്ടും ആവി വന്നിട്ടുണ്ട്. നമുക്ക് പുട്ട് നോക്കാം. ഇതുപോലൊരു വാഴയില എടുത്തിട്ട് അതിലേക്കാണ് ഞാൻ ഈ പുട്ടിന്നിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ പുട്ടിങ്ങനെ വാഴയിലയിൽ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇലയുടെ ആ ഫ്ലേവറും ഒക്കെ വന്നിട്ട് നല്ലൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂ. ഇനി ഇതേപോലെ അടുത്ത ബാച്ച് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഈ തരി പോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുറച്ചുകൂടെ പൗഡറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ പൊടി. പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം ഒന്ന് തയ്യാറാക്കി എടുക്കണം. പപ്പടം ഞാനിവിടെ ചുട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ ബർണറിൽ വെച്ചിട്ട് ചുട്ടാണ് എടുക്കുന്നത്. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം പപ്പടം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ ബബിൾസ് ഒന്ന് വരുമ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തൊന്ന് ചുട്ടെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതുമാണ്. കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. പപ്പടം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പപ്പടം വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ പുട്ടും പയറ് പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനിവിടെ രസവും കൂടെ വെച്ചിട്ടുണ്ട്. രസത്തിൻ്റെ റെസിപ്പി സാധാരണ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. കണ്ടോ, എല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കൂ. വളരെ ടേസ്റ്റാണ് രസവും കൂടെ ഒഴിച്ച് പുട്ട് പയറ് പപ്പടവും കൂടെ കഴിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.